വിശുദ്ധ ബൈബിളിൽ നിന്ന് ജോസഫിനെ കുറിച്ച് അല്പസ്വല്പം പറയുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ജോസഫിനെ കുറിച്ച് ഫറവോ രാജാവിന് പറയാനുള്ളത്, ഈജിപ്തിലെ രാജാവായ ഫറവോന് പറയാനുള്ളത്, ജോസഫിനെ പോലെ ഇതുപോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടെത്താനാകുമോ? ജോസഫ് നിഷ്കളങ്കനായിരുന്നു, നിർമ്മലനായിരുന്നു, നേരുള്ളവനായിരുന്നു. ജോസഫ് ന്യായപ്രമാണം ലഭിക്കാത്ത കാലത്ത് പോലും വിശുദ്ധിക്ക് വേണ്ടി നിലനിന്നു. സ്തോത്രം. തൻ്റെ ചെറുപ്പത്തിൽ സ്വപ്നം കാണുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. തൻ്റെ സ്വപ്നം തൻ്റെ പിതാവും സഹോദരങ്ങളും തന്നെ വണങ്ങുമെന്ന് ഇത് കേട്ടപ്പോൾ സഹോദരങ്ങൾ കണ്ണുകെട്ടി അസൂയ. ജോസഫിൻ്റെ പിതാവ് യാക്കോബ് ജോസഫിന് ഒരു അങ്കി കൊടുത്തിരുന്നു, വസ്ത്രം കൊടുത്തിരുന്നു. അപ്പോൾ അസൂയനോട് കൂടി. ജോസഫ് ജ്യേഷ്ഠന്മാർക്ക് സഹോദരങ്ങൾക്ക് ഭക്ഷണമായി തൻ്റെ പിതാവ് യാക്കോബ് പറഞ്ഞു വിട്ടു ജോസഫിനെ. ജോസഫ് ചെന്ന് സഹോദരന്മാരോട് ചെന്നപ്പോൾ സ്വന്തം സഹോദരൻ ജോസഫിൻ്റെ വസ്ത്രം വലിച്ചു കീറി ജോസഫിനെ പൊട്ടക്കെട്ടിലേക്ക് ഇട്ടു. സ്തോത്രം. പിറ്റെന്നാൾ അവിടുന്ന് കയറ്റി മിദ്യാനർക്ക് വിറ്റു. മിദ്യാൻ മിസ്രൈമിലെ അടിമച്ചന്തയിൽ വസ്ത്രരഹിതനായി നിൽക്കേണ്ടി വന്നു. അവിടെ നിന്ന് പോത്തിഫർ വിലയ്ക്ക് വാങ്ങി പോത്തിഫർ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പോത്തിഫറിൻ്റെ ഭാര്യ ജോസഫിൽ കണ്ണുവെച്ചു, ജോസഫിനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ജോസഫ് അവിടെ എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ടു. ജോസഫ് അപമാനിക്കപ്പെട്ടു. പോത്തിഫറിൻ്റെ ഭാര്യയാൽ അപമാനിക്കപ്പെട്ട ജോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ കാരാഗ്രഹത്തിലും ഒന്നാം സ്ഥാനം ജോസഫിനായിരുന്നു. കാരണം ജോസഫ് ദൈവം കണ്ട വ്യക്തിയാണ്, ദൈവത്തിൻ്റെ പദ്ധതികളുള്ള വ്യക്തിയാണ്. ജോസഫ് കാരാഗ്രഹത്തിൽ നീണ്ട 13 വർഷം കിടന്നു. ജോസഫിനോടുകൂടെ ദൈവം വരുന്നതാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ജോസഫ് ഫറവോ രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു. മന്ത്രവാദികൾക്കും മറ്റും കഴിയാതിരുന്നത് ജോസഫിനെ ദൈവം വെളിപ്പെടുത്തി. ജോസഫ് ഫറവോനെ വെളിപ്പെടുത്തി. അപ്പോൾ ഫറവോ രാജാവ് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി ജോസഫിനെ വാഴിച്ചു. ജോസഫ് ദീർഘകാലം പ്രധാനമന്ത്രിയായി വാണു. സ്തോത്രം. ആ ജോസഫിനെ സ്തോത്രം 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 സ്തോത്രം. ജോസഫിൻ്റെ സീസൺ ഓപ്പണായപ്പോൾ ജോസഫിന് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് അളക്കാൻ കഴിയാതെ വന്നപ്പോൾ, ധാന്യം അളക്കാൻ കഴിയാതെ വന്നപ്പോൾ അളവ് നിർത്തിവെച്ചു. അത്രയ്ക്കധികം ധാന്യം കളഞ്ഞു. മറ്റെല്ലാ രാജ്യങ്ങളും ക്ഷാമം ഉണ്ടായപ്പോൾ ഈജിപ്തിൽ മാത്രം ക്ഷാമമില്ല. ക്ഷാമകാലത്തിന് വേണ്ടി ജോസഫ് കരുതി പാണ്ഡ്യശാലയിൽ ഇഷ്ടംപോലെ ധാന്യങ്ങൾ ജോസഫ് കരുതി. ജോസഫിനെ കുറിച്ച് ഫറവോന് പറയാനുള്ളതാണ്, ഇതുപോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടെത്താനാകുമോ? ജോസഫ് ചെറുപ്പത്തിൽ കണ്ട സ്വപ്നമുണ്ട്. ജോസഫിന് സഹോദരങ്ങളെ പൊട്ടകല്ല് വിടാൻ കാരണം, വിദ്യാലയം കേൾക്കാൻ കാരണം ജോസഫ് ക്രിസ്ത്യനാകുമോ? ജോസഫ് സ്തോത്രം. ജോസഫിനെ കുറിച്ച് കണ്ണുകടിയുണ്ടായി, അസൂയുണ്ടായി. ജോസഫ് തൻ്റെ പിതാക്കന്മാരും സഹോദരൻ തന്നെ വണങ്ങുമെന്ന് പറഞ്ഞ വിഷയത്തിൽ ജോസഫിനോടുള്ള ദേഷ്യമുണ്ട് സഹോദരങ്ങൾക്ക്. അതാണ് പൊട്ടക്കയറ്റിന് വേണ്ടിയാണ് വിറ്റ്. എന്നാൽ ജോസഫ് ഫറവോൻ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനം ചേർത്തപ്പോൾ ജോസഫിനെ പ്രധാനമന്ത്രിയായി നിയമിച്ചു. ഫറവോ രാജാവ് ഈജിപ്തിലെ ഫറവോൻ കഴിഞ്ഞാലുള്ള ഒന്നാമത്തെ സ്ഥാനം ജോസഫിനാണ്. സ്തോത്ര സ്തോത്ര സ്തോത്രം. ജോസഫ് മാനിക്കപ്പെട്ടു.
ജോസഫ് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ക്ഷാമമുണ്ടായപ്പോൾ ധാന്യത്തിന് വേണ്ടി ജോസഫിൻ്റെ അടുത്തേക്ക് ജനം വരേണ്ടി വന്നു. ജോസഫിൻ്റെ പിതാവും സഹോദരങ്ങളും ധാന്യം വാങ്ങിക്കാൻ ജോസഫിൻ്റെ അടുത്തെത്തി. താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി. ജോസഫിൻ്റെ പിതാവും സഹോദരങ്ങളും ജോസഫിനെ വണങ്ങി. എന്നാൽ കാരാഗൃഹത്തിലും അപ്പോൾ തന്നെ മിദ്യാനെ വിറ്റപ്പോഴും പോത്തിഫർ ഭവനത്തിലായപ്പോഴും കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴൊന്നും ജോസഫ് ദൈവത്തോടോ സഹോദരങ്ങളോട് പിറുപിറുത്തില്ല. ജോസഫിന് സ്വപ്നമുണ്ട്. ജോസഫിനെ പൊട്ടക്കല്ലിടാം, തടവറയിലടയ്ക്കാം. എന്നാൽ ജോസഫിന് സ്വപ്നത്തെ തകർക്കാൻ കഴിയുകയില്ല, പൊട്ടക്കല്ലിടാൻ കഴിയുകയില്ല, കാരാഗൃഹത്തിലിടാൻ കഴിയുകയില്ല. ജോസഫ് ആ കാരാഗൃഹത്തിൽ കിടക്കുകയാണെങ്കിലും ജോസഫ് കണ്ട സ്വപ്നത്തിൽ ദൈവം സന്തോഷിക്കുവാനിടയായി. പ്രധാനമന്ത്രി നീണ്ട വർഷമാണ് ഈജിപ്തിൽ. സ്തോത്രം. നമുക്ക് മുമ്പിൽ ദൈവം നമുക്ക് വേണ്ടി ചില പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അടിസ്ഥാന ഉദ്ദേശത്തിൽ നിലനിന്നുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 2:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ അടിസ്ഥാന ഉദ്ദേശം മാനസാന്തര സ്നാനം, ആത്മസ്നാനം, വിശുദ്ധി, വേർപാട്, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, അടിസ്ഥാന പോലീസ് വലിയ കേൾക്കൽ തുടങ്ങിയ അടിസ്ഥാന ഉദ്ദേശങ്ങൾ നിലനിന്നാൽ ഒരു ശക്തിക്ക് തകർക്കാൻ കഴിയുകയില്ല. എന്നാൽ കൂട്ടായ്മ ആചരിക്കേണ്ടിയിരിക്കുന്നു, ദൈവമക്കളോടൊത്ത് സ്നാനപ്പെടേണ്ടിയിരിക്കുന്നു, മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു, ആത്മസ്നാനം ലഭിക്കേണ്ടിയിരിക്കുന്നു, വിശുദ്ധിയുമായ ഏർപ്പാടും കൂട്ടായ്മ പാലിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും തയ്യാറാവാതെ ദൈവകൽപ്പനകൾ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് മദ്യപിച്ച് മയക്കുമരുന്ന് കഴിച്ച് ദൈവത്തിൻ്റെ കോപം വാങ്ങിച്ച് വെച്ച് നരകത്തിലേക്ക് പോകണമോ? കോടാനുകോടി വർഷം നിത്യത മുഴുവൻ നരകത്തിൽ കഴിക്കണോ? അതോ യേശുവിനോടൊത്ത്, ദൂതന്മാരോടൊത്ത്, വിശുദ്ധരോടൊത്ത് സ്വർഗത്തിൽ ജീവിക്കണമോ? തീരുമാനിക്കാനുള്ള അവകാശം എൻ്റേതും നിൻ്റേതുമാണ്. ദൈവത്തിന് വേണ്ടി നിലനിന്നാൽ ദൈവ അത്ഭുതകരമായി നടത്തും. ദൈവം സർവശക്തൻ, സർവജ്ഞാനി, സർവവല്ലഭൻ, സകലത്തിന് മതിയായവൻ. അദ്ദേഹത്തിന് ക്രിസ്തുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ക്രിസ്തു ഇടപെട്ട് നമ്മളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുവാൻ ശക്തനാണ്, പ്രാപ്തനാണ്. ആ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. വിറ്റോ വടക്കൻ അക്കീക്കാവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.